ഹായ്, ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്ന് ജൂൺ 4-ാം തീയതിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ മാർക്കറ്റ് പെർഫോം ചെയ്തത് നമുക്ക് നോക്കാം. അതേപോലെ നാളെ എങ്ങനെയായിരിക്കും മാർക്കറ്റിന്റെ ബിഹേവിയർ ഉണ്ടാകാനുള്ള ചാൻസസ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നേരെ നിഫ്റ്റി 50യിലേക്ക് പോകാം. നിഫ്റ്റി 50 നോക്കുന്ന സമയത്ത് ഇന്ന് ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഓൾമോസ്റ്റ് 100 പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വന്നത്. ബട്ട് ആ ഒരു ഓപ്പണിങ്ങോട് കൂടി തന്നെ മാർക്കറ്റ് അവിടെ നിന്നൊരു റീബൗണ്ട് ചെയ്യുന്നതാണ് കണ്ടത്. അവിടെ നിന്ന് തന്നെ ആ റേഞ്ചിൽ നിന്ന് തന്നെ മാർക്കറ്റ് കയറുന്നതാണ് കണ്ട. കയറി ഓൾമോസ്റ്റ് ഇന്നലത്തെ ഡേയ്സ് ഹൈൻ്റെ അവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നു. പിന്നെയും മാർക്കറ്റ് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് പിന്നെ ആ ഒരു ഏരിയ തന്നെ മാർക്കറ്റ് തിരിച്ചു വന്ന് ഓൾമോസ്റ്റ് ഇന്നലത്തെ ഡേയ്സ് ഹൈൻ്റെ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ക്യാൻഡലിന്റെ ഉള്ളിലായിരുന്നു, ഇല്ലെങ്കിൽ ഇൻസൈഡ് ക്യാൻഡിൽ തന്നെയായിരുന്നു ഇന്നത്തെ ഒരു ക്യാൻഡിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നിഫ്റ്റി ഇന്നലെ എവിടെയാണോ, ഇന്നലെ ഡേയ്സ് ഹൈയും ഡേയ്സ് ലോ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഇന്നത്തെ ക്യാൻഡിൽ. പക്ഷേ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു, നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് മാർക്കറ്റ് ഹൈ തന്നെ ക്ലോസ് ചെയ്തു. അതാണ് ഒരു ഗ്രീൻ ക്യാൻഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം കറന്റ്ലി ഒരു ബോട്ടം ഇല്ലെങ്കിൽ താഴെ ബോട്ടത്തെ 23,200 23,100 ആ റേഞ്ചിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നതാണ് കണ്ടത്. പക്ഷെ അതിന് കണ്ടിന്യൂവേഷൻ ക്യാൻഡിൽസ് മാർക്കറ്റിൽ ഫോം ചെയ്യുന്നില്ല. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ ഒരു ഷാർപ്പ് 2 to 3 ഡേയ്സ് മുമ്പ് ഉണ്ടായിരുന്ന ആ ഷാർപ്പ് ഫോൾ ഇതുവരെ മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല, അവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു മേ ബി ഈ ഒരു മൂവ്മെന്റ് ഈ ഒരു റേഞ്ച് ഒരു 23,800 വരെ പ്രതീക്ഷിക്കാം. ഇഫ് മാർക്കറ്റ് സസ്റ്റെയിൻ എബോവ് 23,200 300 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 23,800 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കാം. ചെറിയ ടൈം ഫ്രെയിമിൽ ആക്ച്വലി റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്, നിയർ ബൈ ഉള്ള റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 23,800 തന്നെയാണ്. ഓക്കെ, അത് ക്ലീൻ ആയിട്ട് വാച്ച് ചെയ്യാം. അപ്പം ഇന്നത്തെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ലെവൽ നിയർ ബൈ ഉള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 23,500 550 ആ റേഞ്ച് ഉണ്ട്. അതൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് 23,800 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഓൾമോസ്റ്റ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. ഇന്നലത്തെ ഡേയ്സ് ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടായിരുന്നു, പ്രീവിയസ്ലി ഫോം ചെയ്ത ഒരു 24,400 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ലെവൽ ഉണ്ട്. പ്രീവിയസ്ലി സപ്പോർട്ട് എടുക്കുന്നതും റെസിസ്റ്റൻസ് എടുക്കുന്ന ഒരു ലെവലായിരുന്നു. ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് വന്നു, അവിടെ കൺസോളിഡേറ്റ് ചെയ്തു കുറച്ചു നേരം. അവിടെ നിന്ന് മാർക്കറ്റ് ഫോളോ ചെയ്ത് പിന്നെയും ആ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് വന്ന് അവിടെ തന്നെ ക്ലോസ് ചെയ്യാണ് കണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു സ്ട്രോങ്ങർ സ്റ്റേറ്റ് ആണ് കാണുന്നത്. ഇത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു ഹഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ഒരു നിയർ ബൈ ഉള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ 55,180. ഓക്കെ, 180 എന്ന് പറഞ്ഞ ഒരു ഹഡിലാണ് മെയിൻ ആയിട്ടുള്ളത്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കറന്റ്ലി മെയിൻ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ് 56,330. അപ്പം മാർക്കറ്റിൽ ഇത് ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ ഓക്കെ ആണ്. നിഫ്റ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് മേലോട്ടേക്ക്. അപ്പം ബാങ്ക് നിഫ്റ്റിയിലുള്ള വാച്ച് ചെയ്യുക, സ്റ്റോക്സുകൾ വാച്ച് ചെയ്യുക, കുറച്ചും കൂടെ കയറാൻ സാധ്യതയുണ്ട്. അപ്പം അതേപോലെ മിഡ് ക്യാപ്പിലെ സ്റ്റോക്സുകൾ നോക്കുവാണെങ്കിൽ മിഡ് ക്യാപ്പ് കുറച്ചും കൂടെ മാർക്കറ്റ് ഇന്ന് ഫ്ലാറ്റ് ആയിട്ടാണ്, ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് ഇന്നലത്തെ ഡേയ്സ് ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് ആ ഒരു റേഞ്ചിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്യാനാണ് കണ്ടത്. അപ്പം മിഡ് ക്യാപ്പ് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആണ് നിഫ്റ്റിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പം മിഡ് ക്യാപ്പ് ഓൾമോസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് 22,650 ആ റേഞ്ചാണ് റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം സപ്പോർട്ട് 22,170 തന്നെ. ഓക്കെ, അപ്പം സ്മോൾ ക്യാപ്പിലേക്ക് നോക്കുവാണെങ്കിൽ സ്മോൾ ക്യാപ്പിൽ പ്രീവിയസ്ലി നമ്മൾ ഇന്നലെ സംസാരിച്ച ആ ഒരു ഏരിയ നിന്ന് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിരുന്നു. ബട്ട് റെസിസ്റ്റൻസ് നമ്മൾ ഇന്നലെ സംസാരിച്ച ആ റെസിസ്റ്റൻസ് ലെവലിൽ മാർക്കറ്റ് അവിടെ മാർക്കറ്റിൽ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് കയറിയെങ്കിലും പക്ഷെ ആ ഒരു ഏരിയയിൽ 17,100 എന്ന് പറഞ്ഞ ആ റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് മേജർ ഒരു 10 o'clock കഴിഞ്ഞ് മാർക്കറ്റ് വലിയ രീതിയിൽ സ്മോൾ ക്യാപ്പിൽ അനങ്ങിയിട്ടില്ല. രാവിലെ ഒരു 1 hour മൂവ്മെന്റ് മാത്രമേ സ്മോൾ ക്യാപ്പിൽ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വലിയൊരു മൂവ്മെന്റ് ഇല്ല. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലെവലായ 17,200 റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ കുറച്ചും കൂടെ ഓക്കെ ആണ്. നിഫ്റ്റിനെ കമ്പയർ ചെയ്യുന്ന മിഡ് ക്യാപ്പിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്മോൾ ക്യാപ്പ് കുറച്ചും കൂടെ
ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആണ്. ഈ ലെവൽസും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് 17,400 നിയർ ബൈ മാർക്കറ്റിൽ ഏപ്രിലിലെ ഹൈ എന്ന് പറയാം, അല്ലെങ്കിൽ മെയ്യിലെ സ്റ്റാർട്ടിങ്ങിലെ ഒരു ഹൈ, ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പെട്ടെന്ന് റീച്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ കറന്റ്ലി ഇന്ന് പെർഫോം ചെയ്ത ഇൻഡെക്സുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് മീഡിയ ഇൻഡെക്സ് ആണ്, നിഫ്റ്റി മീഡിയ ഇൻഡെക്സ് ആണ്. ലാസ്റ്റ് 2 o'clock കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിൽ ഒരു മൂവ്മെന്റം തന്നെ വന്നത്. ഓക്കെ, അതുവരെ വലിയൊരു അനക്കൊന്നും ഇല്ലായിരുന്നു മീഡിയ ഇൻഡെക്സിൽ. ബട്ട് അത് കഴിഞ്ഞാൽ 2:30 ആകുമ്പോഴാണ് മാർക്കറ്റിൽ മൂവ്മെന്റ് വന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് മീഡിയയിലെ സ്റ്റോക്സുകൾ കാണാൻ പറ്റും. ഇവൻ സെല്ലാണ്, ഇന്റർപ്രൈസസ് ആണ് ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 10% മൂവ്മെന്റ് ആണ് ആ അവസാനം ഒരു 2 o'clock 2:30 ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റിൽ മൂവ് ചെയ്തത്. ഓക്കെ, അപ്പം സെൽ എന്തുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ്ലി 2 days മുമ്പേ നമ്മുടെ ക്രിക്കറ്റിൻ്റെയും അപ്പം ഫുട്ബോളിൻ്റെയൊക്കെ ഓൾമോസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ഒരു 2027 വരെ ബ്രോഡ്കാസ്റ്റ് ഒരു കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആ രീതിയിൽ അതുകൊണ്ടാണ് മാർക്കറ്റിൽ സി എന്റർപ്രൈസസിൽ നല്ല രീതിയിലുള്ള ഒരു കയറ്റം അല്ലെങ്കിൽ നല്ലൊരു മുന്നേറ്റം ലാസ്റ്റ് ഒരു 1 hour കണ്ടത്. പിന്നെ അതേപോലെ ഇന്ന് പെർഫോം ചെയ്ത വേറൊരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി കൺസ്യൂമർ സർവീസ്. ഓക്കെ, കൺസ്യൂമർ ഡ്യൂറബിലിറ്റി. ഓക്കെ, ഇവിടെയും ഇന്ന് നല്ല രീതിയിലുള്ള മാർക്കറ്റ് കയറിയായിരുന്നു. ഓൾമോസ്റ്റ് രാവിലത്തെ ഒരു 10 o'clock വരെ മൂവ് ചെയ്തു. അത് കഴിഞ്ഞ് വലിയ മൂവ്മെന്റ് ഇല്ല. മോർണിംഗ് മൂവ്മെന്റം മാത്രമായിരുന്നു പലതിലും, പല സെക്ടറിലും, പല സ്റ്റോക്കുകളിലും ഇന്ന് കണ്ടത്. ഓക്കെ, ഓൾമോസ്റ്റ് 10 o'clock കഴിഞ്ഞ് മാർക്കറ്റിൽ വലിയൊരു മൂവ്മെന്റം കണ്ടില്ല. കുറച്ച് മീഡിയ ആ ഒരു സെക്ടറിലല്ലാതെ ബാക്കിയുള്ളതിലെല്ലാം ഓൾമോസ്റ്റ് സ്മോൾ ക്യാപ്പിലാണെങ്കിലും മിഡ് ക്യാപ്പിലാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 10 o'clock കഴിഞ്ഞ് മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മൂവ്മെന്റിലേക്കാണ് പോയത്. ഓക്കെ, അപ്പം ഇവൻ നിഫ്റ്റി കൺസ്യൂമർ ആണ് ഓൾമോസ്റ്റ് 2% പെർഫോം ചെയ്ത്. അതേപോലെ മീഡിയ ആണെങ്കിൽ 2.12% പെർഫോം ചെയ്തു. അതേപോലെ ഇന്ന് പെർഫോം ചെയ്ത വേറൊരു സ്റ്റോക്കാണ് ഫിസിക്കൽ വാല ഓൾമോസ്റ്റ് ഇന്ന് 18% മൂവ് ചെയ്തു. ബട്ട് ഓൾമോസ്റ്റ് ഒരു 15-16% മാർക്കറ്റ് ക്ലോസ് ചെയ്യാനാണ് കണ്ടത്. അപ്പൊ നല്ലൊരു രീതിയിലുള്ള മൊമെന്റം ആണ് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടത്. ലാസ്റ്റ് ഒരു 5 days നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. അതിനെ ഒരു വി ഷേപ്പ് റിക്കവറിയിലാണ് മാർക്കറ്റ് ഇന്ന് മൂവ് ചെയ്തത്. ഓക്കെ, ലാസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഫ്രൈഡേ 29th തൊട്ട് മാർക്കറ്റ് ഒരു 10-20% ഡ്രോപ്പ് ചെയ്തു വിത്തിൻ 4 days. പക്ഷെ അത് ഇന്ന് ഒറ്റയടിക്ക് റിക്കവർ ചെയ്യുന്നതാണ് കണ്ടത്. ഓക്കെ, അപ്പം ആ ഒരു റിക്കവറി ഫേസ് ആണ് ഫിസിക്കൽ വാലയിൽ വന്നത്. കുറച്ച് ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് OI ഡാറ്റാസിൽ നോക്കുന്ന സമയത്ത് ഇന്നലെ സംസാരിക്കുന്ന സമയത്ത് കോൾ സൈഡ് ആയിരുന്നു OI കൂടുതലുണ്ടായിരുന്നത്. പക്ഷെ അത് തിരിച്ച് മാറി വരുന്നുണ്ട്. പുട്ട് സൈഡ് OIs ആണ് കൂടി വരുന്നത്. അപ്പോൾ ഒരു സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് മാറുന്നുണ്ട്. ഓക്കെ, വലിയൊരു സപ്പോർട്ട്സ് വരുന്നില്ല. പക്ഷെ എല്ലാ സ്ട്രൈക്കിലും ഈക്വൽ ആയ ഒരു ബാലൻസ്ഡ് ആയ സ്ട്രൈക്ക് പ്രൈസസിൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. അപ്പം നല്ലൊരു മാർക്കറ്റ് അധികം താഴെ പോകാനുള്ള ചാൻസസ് കുറവാണ്. ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് പ്രൈസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴെ പോകാനുള്ള ചാൻസസ് കുറവാണ്. സപ്പോർട്ട് ഇമീഡിയറ്റ് ആയ എല്ലാ സ്ട്രൈക്ക് പ്രൈസസിലും സ്ട്രോങ് ആയ സപ്പോർട്ട്സ് കാണുന്നുണ്ട്. ഇപ്പൊ നിയർ ബൈ ഉള്ള റെസിസ്റ്റൻസ് പറയുകയാണെങ്കിൽ കറന്റ്ലി വി ഹാവ് 24,000 റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്. അപ്പം മൂവ്മെന്റ് മാർക്കറ്റ് മേലോട്ട് മൂവ് ചെയ്യാനുള്ള 23,800 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ആ ഒരു മൊമെന്റം ഇല്ലെങ്കിൽ കോൾ സൈഡിലുള്ള ബിൽഡപ്പ് അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് മേലോട്ടേക്കുള്ള ഒരു അപ്സൈഡ് ബുള്ളിഷ്നെസ്സിലാണ് നാളെ കാണാൻ ചാൻസസ് ഉള്ളത്. അപ്പം ഈവൻ കോളും ഓയും പുട്ടോളയും അതേ രീതിയിലാണ് പറയുന്നത്. പുട്ടാണ് 1.76 കോഴ്സ് ആണുള്ളത്. അതേപോലെ കോൾ ഓയി 1.3 ആണ്. അപ്പം ഉദ്ദേശിക്കുന്ന ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് കയറാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. പിന്നെ നാളത്തെ കാര്യങ്ങൾ റിസ്ക് പ്രോപ്പറായി മാനേജ് ചെയ്യുക. മാർക്കറ്റ് ഒരു രീതിയിലുള്ള സൈഡ് വേസ് മാർക്കറ്റാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു 23,800 തൊട്ട് 23,200 ആ ഒരു റേഞ്ച് വരെയുള്ള ഒരു മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. ആ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം പുതിയ പൊസിഷൻസ് ചെയ്യുക. ഇല്ലെങ്കിൽ ആ ഒരു ഏരിയ വരെ മാത്രം റിസ്ക് മാനേജ് ചെയ്ത് ഇല്ലെങ്കിൽ ആ ഒരു ഏരിയ വരെ ടാർഗറ്റ് വെച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.